ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ 5 മണി മുതലുള്ള റുട്ടീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിച്ചണിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാനൊന്ന് പുറത്തൊക്കെ നിന്ന് നോക്കി നിന്നതിന് ശേഷമാണ് പോയിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടിനൊരു വ്യത്യാസം. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ആ ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ചതിന് ശേഷം മാത്രമാണ് പണികളിലേക്ക് കടക്കുള്ളൂ. അപ്പം എങ്ങനെ പോയാലും ഒരു 5:30 ആകുമ്പോഴാണ് നമ്മുടെ കിച്ചണിലെ പണികൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ഡാൻസ് കാര്യം ഇപ്പൊ കാണിക്കുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ നേരെ കിച്ചണിലോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ഇതിനെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കാറുണ്ടെങ്കിലും പക്ഷേ നിങ്ങളെ കൂടി കാണിച്ചു തരണമെന്ന് ഞാൻ ഓർത്താലും ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോകുന്നതാണ്. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും കിച്ചണിലേക്ക് നേരെ ഓടിക്കയറി വരത്തില്ല കേട്ടോ. ആദ്യം ഞാനൊന്ന് പുറത്തൊക്കെ നോക്കി ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം മാത്രമാണ് കിച്ചണിലേക്ക് കയറത്തുള്ളൂ. കാരണം എഴുന്നേറ്റ് ഉടനെ തന്നെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറി വരത്തില്ല. പിന്നെ മൺഡേ നമ്മുടെ സബ്സ്ക്രൈബറാണ് ഐശ്വര്യ നിജേഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ആ കമൻറ്റ് കണ്ടത്. അന്നത്തെ വീഡിയോയിൽ നമുക്ക് തിരുപ്പതിയിലെ കാര്യങ്ങളൊക്കെ ആണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വിഷ് ചെയ്യുന്നത്. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ആരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ നന്മകളോടെയും ഐശ്വര്യങ്ങളോടെയും ജീവിക്കാനായിട്ട് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഐശ്വര്യക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കമൻ്റ് ഇടുന്ന, നമ്മളോട് ഒരുപാട് സ്നേഹം അറിയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഐശ്വര്യക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് രാവിലെ ബാസ്മതി റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് ടൊമാറ്റോ റൈസ് ബിരിയാണിയുടെ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഞാനിത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുന്നേയൊക്കെ. എന്നാലും പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ട് സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക്, ഹസ്ബൻഡിനുള്ള ഡ്രിങ്കും എനിക്കുള്ള ജീരകവും ഓമവും കൂടി ഇട്ടിട്ടുള്ള ഡ്രിങ്കാണ് ഞാൻ എപ്പോഴും കുടിക്കുന്നത് രാവിലെ. അപ്പോൾ അത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വെറും വയറ്റിൽ കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ മാറും. പിന്നെ ബ്ലോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. പിന്നെ എന്നോട് അപർണയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം ശരീരത്തിന് ചൂടുണ്ടാക്കില്ലേന്ന്. അത് തണുപ്പുണ്ടാക്കുന്നതാണ് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ ശരീരം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ജീരകം കഴിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഈ ഒരു വെള്ളം കുടിക്കുന്നത്. ഞാൻ കുറച്ച് ഓമം കൂടി ഇട്ടിട്ടാണ് ഈ വെള്ളം കുടിക്കുന്നത് കേട്ടോ. നല്ല തിളപ്പിച്ച വെള്ളം, ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും ഈ ഓമവും കൂടി എടുത്തിട്ട് 2 ഈക്വൽ അളവിനെടുത്തിട്ട് ഒഴിച്ചു വെച്ചേക്കും ഒരു കപ്പിനകത്ത്. എന്നിട്ട് ഒന്ന് ചെറു ചൂടാകുമ്പോഴേക്കും കുടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റ ഉടനെ. പിന്നെ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ റൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് കുറച്ച് പെരിഞ്ജീരകം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാനിന്ന് 3 തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ കുക്കറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനായിട്ട് പോയി. പിന്നെ അതിനിടയിൽ തന്നെ ആമി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ 6 മണിക്കാണ് അവൾ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ തിരുപ്പതിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രിപ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ചെയ്തത്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അന്ന് രാത്രിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുപ്പതി യാത്ര കാണാത്തവർ ഉറപ്പായിട്ടും കണ്ടു നോക്കണേ, മറക്കരുത്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് കണ്ടിട്ട് അഭിപ്രായങ്ങളും ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളുടെ കമൻസ് വായിച്ചപ്പോൾ. പിന്നെ ഈ ഒരു സൈഡിൽ മഷ്റൂമിൻ്റെ മെഴുക്കുവരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ വെച്ച് ഉള്ളിയൊക്കെ വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു എണ്ണ കണ്ടോ, ഇത് ഞാൻ
ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ചക്കിലാട്ടിയ എണ്ണ, നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടുത്തെ ഓർഗാനിക് ഷോപ്പിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എപ്പോഴും നാടൻ കറികൾക്കൊക്കെ എടുക്കുന്നത്. അപ്പം മെഴുക്ക് പുരട്ടി ചെയ്യാൻ ഈ ഒരു വെളിച്ചെണ്ണ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മുടെ ഈ തക്കാളിയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറു തീയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമണമൊക്കെ പോയി എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകിയെടുത്ത ബാസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാം. പക്ഷേ കട്ട് ചെയ്തിടുന്ന സമയത്തുണ്ടല്ലോ ഈ വെന്ത് കഴിയുമ്പോഴേക്കും തക്കാളിയുടെ തൊലി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കുന്നത് ആമിക്ക് ഇഷ്ടമല്ല, അവൾ കഴിക്കത്തേ ഇല്ല. അപ്പം അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരച്ചിട്ട് ചേർക്കുന്നത് കേട്ടോ തക്കാളി. എന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ എപ്പോഴും 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം ഞാൻ ഒരു 1/4 ഗ്ലാസ് കൂടുതൽ ഒഴിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കുക്കർ പുതിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും, ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എന്തോ ഒരു ഓർമ്മക്കുറവിൽ അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും പിന്നെ ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒരേ ഒരു വിസിൽ കേൾപ്പിക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. തൊട്ട് അപ്പുറത്തെ അടുപ്പത്ത് തന്നെ എന്താണ് മഷ്റൂമിൻ്റെ മസാലയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. മെഴുക്ക് പുരട്ടി പോലെയാണ് ചെയ്യുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടൊന്നുമില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും സവോളയും കൂടി വഴറ്റിയിട്ടിട്ട് കടുകൊക്കെ താളിച്ചിട്ട് മഷ്റൂം ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനിടയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ സൈഡിലുള്ളൊരു സ്ക്രൂ ഉണ്ടായിരുന്നേ, അത് ഇങ്ങനെ ഇളകി വന്നായിരുന്നു കേട്ടോ. അത് ഇളകി വന്നപ്പോഴേക്കും ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം നമുക്കിനി കുക്കിംഗ് കിടക്കുന്നതേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞിട്ടും ഇല്ല. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതെന്ന് അറിയാതെ ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഈ അർബൻ കമ്പനി ഉണ്ട് ഇവിടെ, അത് ഒരു ആപ്പ് വഴിയാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത്. അപ്പം അർബൻ കമ്പനിയുടെ ആപ്പിൽ നമ്മൾ ആൾക്കാരെ ഇങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പ്ലംബിംഗ് വർക്ക്, ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് അർജന്റിന് വേണ്ടിയിട്ട് അതിൽ പെയിന്റിങ്ങും എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരെ കിട്ടും കേട്ടോ. അത് ഓൺലൈനായിട്ട് ആൾക്കാരെ ബുക്ക് ചെയ്യുന്നുണ്ട്, ജോലിക്കാരെ ബുക്ക് ചെയ്യുന്ന ആപ്പാണ്. അറിയാമായിരിക്കും കുറേ പേർക്കെങ്കിലും, എന്നാലും ഞാൻ അറിയാത്തവർക്കൊന്നും ഷെയർ ചെയ്തേ ഉള്ളൂ. നമ്മളിവിടെ ചെന്നൈയിൽ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ആപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ ആളിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ആമി സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള സ്ലോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ സമയത്ത് അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് വാഴയ്ക്ക എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആമിക്ക് ടൊമാറ്റോ റൈസിന് സൈഡ് ഡിഷായിട്ട് കൊടുക്കാനാണ്. അവൾക്ക് മഷ്റൂം വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ആദ്യം പറഞ്ഞത് മഷ്റൂം വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ, തലേ ദിവസമൊക്കെ ചോദിച്ചപ്പോൾ. പിന്നീട് സമയത്താണ് വന്ന് പറയുന്നത് അവൾക്ക് ഈ വാഴയ്ക്ക ഫ്രൈ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ജോലി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവും. അങ്ങനെ ഞാൻ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ വാഴയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് കുഴമ്പ് മുളക് പൊടി ഇല്ല. ആച്ചിയുടെ കുഴമ്പ് മുളക് പൊടി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും എല്ലാ ഫ്രൈഡ് ഐറ്റംസും ചെയ്യുന്നത്, മെഴുക്ക് പുരട്ടിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അത് തീർന്നും പോയി. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് അത് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല കാരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ട് എന്തായാലും മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ പറ്റില്ല. ഇനി ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആമിക്ക് ഇതൊക്കെ പാക്ക് ചെയ്തെടുക്കണം, അവളെ സ്കൂളിൽ വിടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം എനിക്ക് ദീപിക എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലോങ് കമൻറ്റാണ് കേട്ടോ. കമൻറ്റ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ വായിക്കുന്നില്ല. അതിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മളെക്കുറിച്ച് പരദൂഷണം പറയുന്ന ആളുകളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം പൊതുജനം പലവിധമാണ് അല്ലേ. നമ്മളെക്കുറിച്ച് എല്ലാവരും എപ്പോഴും നല്ലത് പറയില്ല. ഒരു പക്ഷേ ഇന്ന് നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന ആളുകൾ തന്നെ നാളെ നമ്മളെക്കുറിച്ച് മോശം പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരദൂഷണം എന്ന് പറയുന്നത് എന്നെ ഒരു നെഗറ്റീവ് വേർഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാളുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളത്, അതിലൊരിക്കലും അവരെ നമുക്ക് പോയി തിരുത്താൻ പറ്റത്തില്ല. ഓരോരുത്തരും വ്യത്യസ്തരായ സ്വഭാവക്കാരാണല്ലേ. ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. അതിനാണ് നല്ല
സംസ്കാരം വേണം, വിവരം വേണം, വിവേകം വേണം, അറിവ് വേണം എന്നൊക്കെ പറയുന്നത്. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ തീരുമാനിക്കുന്നത് അവരുടെ സംസാരത്തിലാണ്. അപ്പം അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് തിരുത്താനായിട്ട് പറ്റത്തില്ല. പകരം നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അത്തരം ആളുകളെ നമ്മൾ അപ്പാടെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നല്ലപോലെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വലിയ പിണക്കമൊന്നും കാണിക്കേണ്ട, പക്ഷേ ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നിർത്തുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആളുകളിൽ എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് എന്നെ ജീവിക്കണം എന്നുള്ളത്. കാരണം എനിക്കിതൊന്നും അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരോടും എല്ലാം വെട്ടി തുറന്നു പറയുകയും പിന്നീട് നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞ് നടക്കുന്ന ആളുകളെയൊക്കെ എൻ്റെ ലൈഫിലും ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണ് അതിന് ഒരു പരിധിവരെ കാരണക്കാരെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് നിൽക്കേണ്ട. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള, നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോടോ നമ്മൾ ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവസി ആയിട്ട് തന്നെ വെച്ചേക്കുക. ചില ആളുകൾക്കാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. എന്നിട്ട് മറ്റുള്ള ആൾക്കാരോട് നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു നടക്കുകയും നമ്മളിൽ നിന്നെല്ലാം അറിഞ്ഞിട്ട് അങ്ങനെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അത്തരം ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അവർ നമ്മളോട് എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങാൻ വരുമ്പോൾ തന്നെ നമ്മൾ നോ പറയുക. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഇനിയിപ്പോൾ ഈ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത് അയൽപക്കക്കാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അയൽപക്കത്തുള്ള ആൾക്കാർക്ക് അറിയാനായിട്ടൊരു ആവശ്യമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ ഒരു അകലത്തിൽ നിന്ന് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. എന്ന് കരുതിയിട്ട് അവരോട് നമ്മൾ പിണക്കമൊന്നും കാണിക്കുകയും വേണ്ട. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഒതുങ്ങി പോയാലും നമ്മുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവരാണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിയല്ല അത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ മോശം പറയുന്നുണ്ടോ എന്ന് നോക്കി നടക്കേണ്ട നമ്മുടെ കാര്യമല്ലല്ലേ. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യം, ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഇങ്ങനെ കാണും. ഇന്ന് നമ്മളെ പറയുകയാണെങ്കിൽ നാളെ വേറൊരാളിനെ ആയിരിക്കും അവർ തേടി പോകുന്നത്. അപ്പം അത്തരം ആളുകളെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ അവരിൽ നിന്നും അകലം പാലിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. കൂടുതൽ അടുപ്പം കാണിക്കാതെ ഒരു കണ്ണകലത്തിൽ മാത്രം നിർത്തിയേക്കുക കേട്ടോ. പിന്നെ ആരോട് എന്ത് പറയണം, എന്തൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളതും നമ്മൾ സ്വയം ചിന്തിക്കുക. നമുക്കൊരു ബോധം ഉണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാണ് ആൾക്കാരോട് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അറിഞ്ഞോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലേ. എല്ലാത്തിനേക്കാളൊക്കെ ഉപരി നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ശരിയായ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇതൊന്നും ബാധിക്കില്ലല്ലേ. അപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ പാടി നടക്കാത്ത ആൾക്കാരായിരിക്കാം. ചില ആളുകളാണെങ്കിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതോടുകൂടി എല്ലാ വീട്ടിലെ രഹസ്യങ്ങളും പരസ്യങ്ങൾ തന്നെയാണല്ലേ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പരസ്പരം വീട്ടുകാരോട് ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവെക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് എല്ലാം പബ്ലിക്കാണ്. അങ്ങനെ ആരുടെയും ജീവിതത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഇത് ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 80% ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൈവസി നമ്മൾ കാത്തു സൂക്ഷിക്കുക, ആരുടെ മുന്നിലാണെങ്കിലും, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നൊരു കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയെന്ന് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ ശരികൾ നമ്മുടെ മാത്രം ശരികളായിരിക്കാം. അത് മറ്റുള്ളവരത് ശരിവെച്ച് തരണമെന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായവും നമ്മുടെ ഒരു രീതികളൊക്കെ കാണുമല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ മനസാക്ഷിയെ മുൻനിർത്തി നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമ്മൾ ഇരിക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും പോകണ്ട. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് അതും നമ്മൾ ഓർക്കാൻ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമ്മളെ ഓരോ ദിവസവും എങ്ങനെ മാക്സിമം നല്ലതാക്കി കൊണ്ടുപോകാം, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൽഫ് കെയറും സെൽഫ് ലവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. എപ്പോഴും പോസിറ്റീവ്
പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങളോട്, നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയിൽ വരുന്ന കാര്യമേ അല്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കാൻ പോവാറില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളുമല്ല. ഒരു പക്ഷേ എന്നെക്കുറിച്ച് ആളുകൾ മോശം പറഞ്ഞാലും ഞാൻ മോശമല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്, അല്ലേ? നമ്മൾ ആരോടും ഒന്നും പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വാദിക്കാനോ, നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വിചാരിക്കാനോ വാദിച്ച് ജയിക്കാനോ ഒന്നും നമ്മൾ പോകരുത്. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാക്സിമം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തി എല്ലാവരെയും സന്തോഷിപ്പിച്ചൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ചിലരോട് നോ പറയേണ്ടി വരും, ചിലരോട് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തുറന്ന് പറയേണ്ടി വരും. നമ്മുടെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു അകലം പാലിക്കണം. എന്നിട്ട് നമ്മളെ ശല്യം ചെയ്യുവാണ്, നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തുള്ള മെൻ്റൽ ടോർച്ചറാണ് തരുന്നതെങ്കിൽ അവരോട് നേരിട്ട് പറയുക, എന്നെക്കുറിച്ച് ഇങ്ങനെ മോശം പറയരുതെന്ന്. അത് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പാടെ ഉപേക്ഷിക്കുക. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കോ, മറക്കരുതേ. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, ഇത് പെൽവിക് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ കൂടി കാണിച്ചു തരാമെന്ന് കരുതി. ഞാനത് യൂസ് ചെയ്യത്തില്ല കേട്ടോ, കാരണം അത് ഭയങ്കര വെയിറ്റ് ആണ്. അത് നമ്മുടെ ഈ രണ്ട് കാലിൻ്റെ, അതായത് തൊട പോർഷൻ വരൂലേ, തൊടയിൽ ആ ഒരു ഭാഗത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ആ ഒരു രണ്ട് സംഭവം കാണുന്നില്ല, അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫാസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഹസ്ബൻഡിന് ഇത് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുന്നേ ഇല്ല കേട്ടോ, ഭയങ്കര വെയിറ്റ് ആണ്. പക്ഷേ സ്ത്രീകൾ മസ്റ്റായിട്ടും ഇത് വെച്ചിട്ട് എക്സസൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിത് എന്തായാലും ഡെമോ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളുടെ അറിവിലേക്കൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഡെയിലി ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ആമി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ ജോലികൾ ഇതിനിടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരുപ്പതിയിൽ പോയിട്ട് വന്നിട്ടുള്ള ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഷെൽഫിലേക്ക്. പിന്നെ ഇന്ന് ലേറ്റായിട്ടാണ് ഞാൻ വിളക്ക് വെച്ചത്, കാരണം ആമി സ്കൂളിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആമിയുടെ ഈ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് വാശിയും ദേഷ്യമൊക്കെ കാണിച്ചിട്ട് കുറച്ച് വഴക്കൊക്കെ കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളക്ക് വെക്കാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും ഇനിയിപ്പോൾ തൽക്കാലം അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം 7:30ക്കാണ് ഞാൻ വിളക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ വിളക്ക് വെച്ചാൽ ഒരു സമാധാനമാണ്. എന്താണെന്ന് അറിയത്തില്ല, രാവിലെ എനിക്ക് എഴുന്നേറ്റ് ഉടനെ തന്നെ വിളക്ക് വെച്ചിട്ട് കിച്ചണിൽ കയറുന്നതാണ് ഇഷ്ടം. പക്ഷേ മിക്ക ദിവസങ്ങളിൽ അത് നടക്കത്തില്ല. പകുതി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ഞാൻ വിളക്ക് വെക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി പോയി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറാണ് രേഷ്മയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന്. ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനങ്ങനെ ബ്രഹ്മമുഹൂർത്ത വിളക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ കാര്യം, ഞാൻ രാവിലെ എഴുന്നേൽക്കാനായിട്ട് നല്ല മടിയുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് എഴുന്നേൽക്കാനോ എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റില്ല. കാരണം നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-11 മണി ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതാണ് കുറച്ചും കൂടി കംഫർട്ട്. എന്നാലും ആ സമയത്തൊന്നും ഞാൻ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്കൊന്നും പറഞ്ഞിട്ടൊന്നും വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. വീഡിയോയിലും ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമൊന്നുമില്ല. ഞാൻ വീട്ടിൽ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഞാനത് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തണേന്ന്. ഇനി വരുന്ന വീഡിയോസൊക്കെ ക്ലീനിങ് വീഡിയോസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമ്മുടെ ചാനലിൽ അല്ലാതെ തന്നെ ഒരുപാട് ക്ലീനിങ് വീഡിയോസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന വീഡിയോസും ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്ന് വ്യാഴാഴ്ചയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഞാൻ ഉരുളിയിൽ പൂക്കളൊക്കെ ഇട്ട് വെച്ചപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ റെഡിയാക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സ്റ്റൗവിൻ്റെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പയ്യൻ പറഞ്ഞു തന്നത് ഈ ഒരു പോർഷൻ കണ്ടോ, അടിഭാഗത്ത് ഈ കൈ കൊണ്ട് കാണിക്കുന്ന ഈ ഒരു പോർഷനിൽ ബ്രാസ് ആണ് വരേണ്ടത്. ഇപ്പോൾ വരുന്ന എല്ലാ സ്റ്റൗവിലും അലുമിനിയാണ് വരുന്നത് അത്ര. അപ്പോൾ അലുമിനിയം വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ സ്റ്റൗവിനും കംപ്ലൈൻറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഗ്ലാസ് ടോപ്പാണ്.
അപ്പോൾ എൻ്റെ ഈ സ്റ്റൗവ് മേടിച്ചിട്ട് 11 വർഷമായി. എൻ്റെ കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായല്ലോ, അപ്പം അതിന് 1 വർഷം മുന്നേ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ അമ്മ മരിച്ച സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ ഈ സ്റ്റൗവ് ഞങ്ങൾക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണ്. കാരണം എനിക്കിത് ഒരുപാട് തവണ കേടായെങ്കിലും ഞാനിത് റിപ്പയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിഡിയത്തിൻ്റെ ബ്രാൻഡാണ് ഞങ്ങളുടേത്. ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അടിഭാഗത്ത് അലുമിനിയത്തിൻ്റെത് വരാതെ ബ്രാസിൻ്റെത് വരുന്നത് എടുക്കുകയാണെങ്കിൽ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് സ്റ്റൗ മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് എല്ലാ പോർഷനും ഒന്ന് ചെക്ക് ചെയ്യുക. അത് ബ്രാസിൽ വരുന്നത് എടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം മറ്റേതാണെങ്കിൽ പെട്ടെന്ന് സ്ക്രൂ ഒക്കെ അഴിഞ്ഞു പോകും, പിന്നെ ഗ്യാസ് ലീക്കാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഉണ്ട് ഭയങ്കര മഴ. ഇന്ന് മഴ വരുമെന്ന് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിനിടയിൽ തന്നെ വീഡിയോ ഒക്കെ എടുത്തത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാനാണെങ്കിൽ ഇതിനിടയിൽ തന്നെ വീഡിയോ എഡിറ്റിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് റീഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു മൂഡായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൻ്റെ ബാലൻസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വായിക്കാനായിട്ടൊക്കെ ഇപ്പോൾ ഒട്ടും സമയമേ കിട്ടുന്നുണ്ടായില്ല. ആമി സ്കൂളിൽ പോകുമ്പോൾ ഇതെല്ലാം ചെയ്യാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വൈകുന്നേരം മഴ പെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആമി ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരാനും സമയമായി. പെട്ടെന്നൊരു കാറ്റും മഴയും പെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല ചൂടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇവിടെ. അപ്പോൾ ഈ മഴ വന്നതിന് ശേഷമാണ് നല്ലൊരു ആശ്വാസമായത്. അപ്പോൾ ഈ ജൂൺ മാസത്തിലൊന്നും ഇവിടെ ഇങ്ങനത്തെ മഴയൊന്നും പെയ്യാറേ ഇല്ല. ഈ വർഷമാണ് ഇങ്ങനെ കാലം തെറ്റിയുള്ള മഴയൊക്കെ കിട്ടുന്നത്. ഇവിടെ ഇത്തവണ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മഴ കിട്ടുന്നത്. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ്. അപ്പോൾ ആമിയെ വിളിക്കാനായിട്ട് പോകണം. ആമിയെ വിളിക്കാനായിട്ട് ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ മഴ തോരണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു പരാതി പറയാനുണ്ട്. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ലൈക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്കും കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ നമുക്കും വീഡിയോ പിന്നെയും ചെയ്യാനായിട്ടൊക്കെ തോന്നുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നില്ല. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് അറിയിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ കമൻറ്റ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. കാരണം ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു കമൻറ്റ്, ലൈക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് വഴിയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് ഒരുപാട് പേരുടെ ഇത് മിസ്സാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കോ, മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക. അപ്പോൾ ഞാനിത് എപ്പോഴും നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ്. മിക്കവാറും വീഡിയോയിൽ ഞാനിത് വിട്ടുപോകും. അപ്പോൾ നമ്മുടെ മഴയൊക്കെ കണ്ട് കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും ആമി വരാത്തത് കൊണ്ട് 5 മണിക്ക് ആമി എത്തും കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് പോയേക്കുവാണ്. ഇന്ന് നല്ല മഴ പെയ്യുന്ന ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു പഫ്സൊക്കെ ഓർഡർ ചെയ്ത്, ഒരു ചായയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ. വീട്ടിൽ നിന്ന് ചായ ഇട്ടില്ല, ഓർഡർ ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ മഴയൊക്കെ തോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.